പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാരൂപിയുടെയും നാമത്തിൽ ആമേൻ. വീണ്ടും വചനവുമായി വരാൻ സാധിക്കുന്നതിന് കർത്താവിന് നന്ദി പറയുന്നു. നമ്മൾ ഇന്ന് ആകെ അസ്വസ്ഥമായ ഒരു ജീവിത സാഹചര്യത്തിലൂടെ അല്ലെങ്കിൽ സാഹചര്യങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ഇസ്രായേലും ലെബനനും അവിടെ യുദ്ധം അല്ലെങ്കിൽ യുദ്ധ സമാനമായ നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു. അത് ലോകരാജ്യങ്ങൾ ബാക്കിയുള്ള ലോകരാജ്യങ്ങൾ ഏറ്റെടുക്കുകയാണെങ്കിൽ അതൊരു ലോകമഹായുദ്ധം തന്നെ ആകുവാനുള്ള ശേഷി അതിനുണ്ട്. അത് അവിടുത്തെ കാര്യം. പക്ഷെ നമ്മൾ ലോകത്തിലെവിടെ നോക്കിയാലും അശാന്തിയും സമാധാനമില്ലായ്മയും കള്ളത്തരവും പൊള്ളത്തരവും നമ്മുടെ ഒരു പഞ്ചായത്ത് തലത്തിൽ അല്ലെങ്കിൽ ഏറ്റവും ചെറിയ ചെറിയ സംഘടനകൾ അല്ലെങ്കിൽ കുടുംബ യൂണിറ്റ് ആ ലെവലിൽ വരുമ്പോഴും നമ്മൾ വിഭജിക്കപ്പെടുകയാണ്. കൊടിയുടെ നിറത്തിലും മതത്തിൻ്റെ നിറത്തിലും ഒക്കെയായി നമ്മൾ വിഭജിക്കപ്പെടുന്നു. അതിനകത്ത് ഏറ്റവും രസകരമല്ല, എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു വസ്തുത, ഞാനൊരു ഹോട്ടലിൽ പോയിട്ട് നല്ലൊരു ഉഴുന്നുവട കഴിച്ചു. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് റിവ്യൂ ഇട്ടു. ഞാൻ കഴിച്ചിട്ടുള്ളതിൽ ഒരുവിധം നല്ല ഉഴുന്നുവട ഇന്ന ഹോട്ടലിലാണ്. ആ ഹോട്ടൽ ഉടമയുടെ ജാതിയോ രാഷ്ട്രീയ ചായ്വോ ഒന്നും ഞാൻ കണക്കിലെടുത്തില്ല. ഞാൻ ആ കൂടി കണക്കിലെടുത്തത് ആ വടയുടെ സ്വാദാണ്. പക്ഷെ അപ്പം തന്നെ അതൊന്നിനും കൊള്ളില്ല, നിങ്ങൾ നല്ല വട കഴിച്ചിട്ടില്ല, അതിനേക്കാൾ നല്ല ഉഴുന്നുവട കിട്ടുന്ന സ്ഥലങ്ങൾ ഇവിടെ തന്നെയുണ്ട്. പക്ഷെ സ്ഥലത്തിൻ്റെ പേര് പറയുന്നില്ല. അപ്പോൾ ഞാൻ ഇവരുടെയൊക്കെ പ്രൊഫൈൽ എടുത്ത് നോക്കിക്കഴിഞ്ഞപ്പോൾ ഇവരൊക്കെ ഒരേ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവരാണ്. ഈ നെഗറ്റീവ് കമൻസ്, അപ്പോൾ ഈ ഹോട്ടൽ ഉടമ ഒരു രാഷ്ട്രീയ പാർട്ടിയും ഈ നെഗറ്റീവ് കമൻസ് ഇടുന്നവർ വേറെ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവരും. പ്രശ്നം എന്താണ്? വടയുടെ രുചി. അത്ര അത് ഒരു തമാശയായിട്ട് എടുക്കാമെങ്കിലും നമ്മളൊക്കെ വിഭജിക്കപ്പെട്ടിരിക്കുന്നതിൻ്റെ ഒരു വ്യാപ്തി, കേവലം ഒരു വടയെക്കുറിച്ച് പോലും നമ്മൾ അതിനകത്തും രാഷ്ട്രീയം കലർത്തുന്നു. അത്രമാത്രം മനുഷ്യരാശി വിഭജിക്കപ്പെട്ടു പോയി, അധപതിച്ചു പോയി, അപ്പം ഇങ്ങനെയുള്ളൊരു ലോകത്തിൽ ജീവിക്കുന്ന നമ്മൾക്ക്, ക്രിസ്തു അനുയായികൾക്ക് സമാധാനം വേണ്ടേ? കാരണം ഈ ലോകത്തിലെ അശാന്തിയും അസ്വസ്ഥതകളും എല്ലാം നമ്മളെയും ബാധിക്കും. കാരണം നമ്മളും ഇതിനകത്ത് തന്നെയല്ലേ ജീവിക്കുന്നത്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ വിശുദ്ധ പാദ്രോ പിയോയുടെ ഒരു കോട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. വിശുദ്ധ പാദ്രേ പ്രിയോ പറയുന്നു, പ്രേ, ഹോപ്പ് ആൻഡ് ഡോണ്ട് വറി. പ്രാർത്ഥിക്കുക, പ്രത്യാശിക്കുക, വേറെ ഒന്നിനെക്കുറിച്ചും വറിയടിക്കാതിരിക്കുക. പ്രാർത്ഥിക്കുക, ക്രിസ്തുവിൽ പ്രത്യാശ വയ്ക്കുക, വേറെ ഒന്നിനെക്കുറിച്ചും വറി അടിക്കാതിരിക്കുക, ആകുലപ്പെടാതിരിക്കുക.
അപ്പോൾ വീണ്ടും ബൈബിൾ വചനങ്ങളിലോട്ട് കടക്കുമ്പോൾ 1 തെസ്സലോനിക്ക 15-ാം അധ്യായം 16-17 വാക്യങ്ങൾ. എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവിൻ, ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ, എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുവിൻ. ഇതാണ് യേശുക്രിസ്തുവിൽ നിങ്ങളെ സംബന്ധിച്ചുള്ള ദൈവഹിതം. എപ്പോഴും സന്തോഷഭരിതരായിരിക്കുവിൻ, ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ, എല്ലാ കാര്യങ്ങളിലും കർത്താവിന് നന്ദി പ്രകാശിപ്പിക്കുവിൻ. ഇതാണ് യേശുക്രിസ്തുവിൽ നിങ്ങളെ സംബന്ധിച്ചുള്ള ദൈവഹിതം. അതുപോലെ വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 5-ാം വാക്യം മുതൽ. അപ്പോൾ നിരന്തരം പ്രാർത്ഥിക്കുവാനാണ് നമ്മളോട് പറയുന്നത്. ഈ വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 5-ാം വാക്കിൽ എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് കൂടെ നമ്മളെ പഠിപ്പിക്കുന്നു. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപടനാട്യക്കാരെ പോലെ ആകരുത്. അവർ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി സിനഗോഗുകളിലും തെരുവീഥികളുടെ കോണുകളിലും നിന്ന് പ്രാർത്ഥിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അവർക്ക് പ്രതിഫലം ലഭിച്ചു കഴിഞ്ഞു. എന്നാൽ നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ മുറിയിൽ കടന്ന് കതകടച്ച് രഹസ്യമായി നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക. രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകും. പ്രാർത്ഥിക്കുമ്പോൾ വിജാതീയരെ പോലെ നിങ്ങൾ അതിഭാഷണം ചെയ്യരുത്. അതിഭാഷണം വഴി തങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമെന്ന് അവർ കരുതുന്നു. നിങ്ങൾ അവരെ പോലെ ആകരുത്. നിങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ ആവശ്യം നിങ്ങളുടെ പിതാവ് അറിയുന്നു. അപ്പോൾ ഏകാഗ്രതയോടെ ദൈവത്തിൻ്റെ മുമ്പിൽ സ്വസ്ഥമായിരുന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതാണ് യഥാർത്ഥ പ്രാർത്ഥന എന്ന് ഈ വചനങ്ങളിലൂടെ നമുക്ക് വെളിപ്പെട്ട് കിട്ടുന്നു. എത്ര മണിക്കൂർ പ്രാർത്ഥിച്ചെന്നൊന്നുമല്ല, എവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചതിലുമല്ല കാര്യം. എപ്രകാരം പ്രാർത്ഥിച്ചു, എന്താണ് പ്രാർത്ഥിച്ചത് എന്നതിലാണ് കാര്യം. അപ്പോൾ നിരന്തരം പ്രാർത്ഥിച്ച് കർത്താവിൽ വിശ്വാസമർപ്പിച്ച് ജീവിക്കുമ്പോൾ യെശയ്യാ 40:29 പറയുന്നു, തളർന്നവന് അവിടുന്ന് ബലം നൽകുന്നു, ദുർബലന് ശക്തി പകരുകയും ചെയ്യുന്നു. യുവാക്കൾ പോലും തളരുകയും ക്ഷീണിക്കുകയും ചെയ്തേക്കാം. ചെറുപ്പക്കാർ ശക്തിയറ്റ് വീഴാം. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ വീണ്ടും ശക്തി പ്രാപിക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല, നടന്നാൽ തളരുകയുമില്ല. അപ്പോൾ ഈ ഏറ്റവും ഇങ്ങനെ ഡിപ്രസിംഗ് ആയിട്ടുള്ള ഒരു ലോകത്തെ ക്രിസ്തുവിൽ പൂർണ്ണമായി ശരണപ്പെട്ടുകൊണ്ട് ക്രിസ്തുവിൽ വിശ്വസിച്ചുകൊണ്ട് ജീവിക്കുന്നവർക്ക് കർത്താവ് ശക്തി, അതുപോലെ നിരന്തരം പ്രാർത്ഥിക്കുന്നവർക്ക്, ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക്, മരണാനന്തര ജീവിതത്തിൽ വിശ്വസിക്കുന്നവർക്ക്, ശരീരത്തിൻ്റെ ഉയിർപ്പിൽ വിശ്വസിക്കുന്നവർക്ക്, അവർ എത്ര തളർന്നാലും ദൈവം അവരുടെ ശക്തി പുനഃസ്ഥാപിച്ച് കൊടുക്കും. അവർ തളരുകയില്ല. അവരുടെ എനർജി ലെവൽ എപ്പോഴും ഉയർന്നു തന്നെ നിൽക്കും കർത്താവിൻ്റെ കൃപയാൽ. അപ്പോൾ നമ്മുടെ പ്രാർത്ഥനകളുടെ തോത് നമുക്ക് ഉയർത്താം. നിരന്തരം പ്രാർത്ഥിക്കുവാനാണ് കർത്താവ് പറയുന്നത്. അതുപോലെ ക്വാളിറ്റി ഓഫ് അവർ പ്രെയർ, നമ്മുടെ പ്രാർത്ഥനയുടെ ക്വാളിറ്റി, മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി
ഒന്നും ചെയ്യാതെ ക്രിസ്തുവുമായി ആത്മാർത്ഥമായ ഒരു സ്നേഹബന്ധം സ്ഥാപിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ പ്രാർത്ഥനകളെ ക്രിസ്തുവിന് അർപ്പിക്കാം. നമ്മൾ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് തന്നെ അവ സാധിച്ച് നമുക്ക് ഗുണകരമായതാണെങ്കിൽ നമുക്ക് എന്താണ് വേണ്ടത് എന്നറിയുന്നവനാണ് നമ്മുടെ കർത്താവ്. അപ്പോൾ കർത്താവിൽ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് കർത്താവ് പ്രദാനം ചെയ്യുന്ന സമാധാനത്തിലും സന്തോഷത്തിലും അതിലെല്ലാം ഉപരി മരണാനന്തര ജീവിതത്തിലും പ്രത്യാശ വെച്ചുകൊണ്ട് ഈ ലോകത്തിൻ്റെ വിഭാഗീയ ചിന്തകൾക്കെല്ലാം അതീതരായി ജീവിച്ചുകൊണ്ട് പ്രത്യാശയുള്ളവരായി ജീവിച്ചുകൊണ്ട് ആ ക്രിസ്തുവിൻ്റെ എനർജി, ക്രിസ്തുവിൻ്റെ ശക്തിയിൽ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് മുന്നേറാം. നമ്മുടെ ചുറ്റും ആയിരങ്ങൾ വീണേക്കാം, പക്ഷേ നമ്മൾ മുന്നോട്ട് തന്നെ. നമുക്ക് നമ്മുടെ പ്രാർത്ഥനകളിൽ ഈ ലോകത്തിന്, അതുപോലെ ഈ നാടിന്, നമ്മുടെ സഭയ്ക്ക് എല്ലാം സമാധാനവും ശാന്തിയും പ്രദാനം ചെയ്യാനായി നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ വിശ്വാസത്തെ നമുക്ക് ഉയർത്താം. നിരന്തരം പ്രാർത്ഥനയുള്ളവരാകാം. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ്. നിങ്ങളും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമല്ലോ. ആമേൻ.